KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവർ നമുക്കൊപ്പം ചേരുന്നു. വലിയ രീതിയിലുള്ള ഒരു സംഘർഷ സാധ്യതയിലേക്ക് കാലിക്കറ്റ് സർവകലാശാല കടക്കുന്ന ഒരു സമയമാണ്. KSU ഏത് രീതിയിലാണ് കാണുന്നത്? പ്രത്യേകിച്ച് MSF അടക്കമുള്ളവരും ഈ പ്രതിഷേധത്തിലെല്ലാം പങ്കെടുക്കുമെന്നുള്ളൊരു സൂചനകളൊക്കെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ KSU ഏത് രീതിയിലേക്കുള്ള ഒരു നീക്കം, നിലപാട് എങ്ങനെ നോക്കിക്കാണുന്നു ഈ മണിക്കൂറുകളിൽ? അല്ല, ഈ വിഷയത്തിൽ തുടക്കം മുതൽ സംഘപരിവാറിന് എതിരായിട്ടുള്ള നിലപാട് തന്നെയാണ് KSU സ്വീകരിച്ചു വന്നിട്ടുള്ളത്. അത് വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ NCERT വിഷയത്തിൽ ഉൾപ്പെടെ നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയാണെങ്കിൽ സംഘപരിവാറിനെതിരെ കൃത്യമായിട്ടുള്ള നിലപാടുകളെല്ലാം സ്വീകരിച്ചു തന്നെയാണ് മുന്നോട്ട് പോയത്. ഒരു വിദ്യാർത്ഥി സംഘടനയോട് ബാനർ അഴിക്കാൻ പറയാൻ ഉത്തരവിടേണ്ടുന്ന ആളല്ല കേരള ഗവർണർ. അത് കേവലം കവല ചട്ടമ്പിയുടെ സമാനമായിട്ട് ആ നിലവാരത്തിലേക്ക് കേരള ഗവർണർ മാറുമ്പോൾ ആ ബാനർ അഴിക്കാൻ പറയുമ്പോൾ ആ ബാനർ അഴിച്ച പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ ചെവിക്ക് പിടിച്ച് പുറത്തു കളയാനുള്ള ആർജവം പിണറായി വിജയൻ കാണിക്കണമെന്നാണ് ഈ വിഷയത്തോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്. ഒരു വിദ്യാർത്ഥി സംഘടനകൾക്ക് സ്വാഭാവികമായും ബാനറുകൾ എഴുതാനുള്ള അവകാശങ്ങൾ ഉണ്ട്. ഇതിന്റെ സമരത്തിന്റെ ഉള്ളറകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മറ്റു പല കാര്യങ്ങളും വെളിവാകുകയാണെങ്കിലും, കാരണം ഇതിന്റെ തുടക്കം മുതൽ, അതായത് ഈ സംഘപരിവാർ അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ സംഘപരിവാറിനെ അനുകൂലമായിട്ടുള്ള രീതിയിലേക്കുള്ള സമീപനമാണ് പല ഘട്ടത്തിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. ഈ ഗവർണറെ ഇഷ്യൂവിൽ തന്നെ ഗവർണറെ പിൻവലിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രമേയം കേരളത്തിന്റെ നിയമസഭയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അതിനെ ശക്തമായി എതിർത്തത് ഈ സർക്കാരാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒളിച്ചുകളികളെല്ലാം ഇതിന്റെ പിന്നണിയിൽ ഉണ്ടോ എങ്കിൽ പോലും ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് നേരെ ബാനർ അഴിപ്പിക്കുന്ന തരത്തിലേക്കൊന്നും ഗവർണർ പോകേണ്ടതില്ല എന്ന് തന്നെയാണ് KSUവിന്റെ നിലപാട്. അലോഷ്യസ്, പലതവണ SFI ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് KSU അടക്കമുള്ളവർ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടമാക്കുന്നില്ല എന്ന് അവർ സ്വയം ചോദിക്കണം എന്നുള്ളൊരു വിഷയമാണ് പറയുന്നത്. ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാത്തത് ഗവർണർ എടുക്കുന്ന നിലപാടുകൾക്ക്, നേരത്തെ നിങ്ങൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ സംഘപരിവാർ അനുകൂല നിലപാടുകൾക്ക് പരസ്യമായിട്ടോ അല്ലെങ്കിൽ പരോക്ഷമായിട്ടോ അതിന് പിന്തുണ കൊടുക്കുന്നതിന് സമമാണ് എന്നുകൂടി SFI ആരോപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് KSU എങ്ങനെ കാണുന്നു? അല്ല, ഈ വിഷയം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത് SFIയും സർക്കാരും സംഘപരിവാർ ഇടനിലക്കാരും സർക്കാരിന്റെ ഇടയിലുള്ള ഇടനിലക്കാരും കൂടി തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമായിട്ട് ഈ സമരത്തെ നോക്കിക്കാണാൻ മാത്രമാണ് KSU ആഗ്രഹിക്കുന്നത്. കാരണം ഇതൊരു പൊടുന്നനെ ഇത്തരത്തിലുള്ള ഒരു സമരം ഉയരുമ്പോൾ ഇതിന്റെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കുക. കേരളത്തിലെ സർക്കാർ വലിയ പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ പ്രതിരോധത്തിലാകുന്ന ഒരു ഘട്ടത്തിലാണ്. അവരുടെ സംരക്ഷകരുടെ നിലയിലേക്കാണ് SFI കടന്നു വരുന്നത്. നമ്മൾക്കറിയാം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂർ വൈസ് ചാൻസലറുടെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷമായിട്ടുള്ള വിമർശനം, അതിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ആളിന്റെ ഇടപെടൽ, ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ ആ ബാഹ്യ ഇടപെടൽ നടത്തി ഒന്നാമത്തെ വ്യക്തിയുടെ പേര് പിണറായി വിജയനാണ്, രണ്ടാമത്തെ വ്യക്തിയുടെ പേര് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദുവാണ്. അപ്പൊ അവർക്കൊരു കവചം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് പൊടുന്നനെ ഇവർ സംഘപരിവാർ വിരോധം ഇവർക്ക് ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു വൈരുദ്ധ്യം അല്ലെങ്കിൽ അതിന്റെ ഉള്ളറകളെ പറ്റിയെല്ലാം നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് തന്നെ